എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഒരുപാട് അങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ കിഴങ്ങ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ആ മസാലയൊക്കെ കിഴങ്ങിലൊന്നും പിടിക്കാതെ വരും. ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി ആ വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷം വേണം ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ കിഴങ്ങിൽ ആ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് കിട്ടുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ആയിട്ടൊരു കോട്ടിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ കിഴങ്ങുണ്ടല്ലോ, അതിൽ നിന്നും ഓരോ പീസ് കിഴങ്ങ് ഈ ഡ്രൈ ആയിട്ടുള്ള മിക്സിലിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു കോട്ടിങ്ങിൽ മുക്കിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലാതെ ഇതുപോലെ ആക്കിയതിന് ശേഷം മാറ്റി വെക്കരുത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ KFC ചിക്കനൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇരിക്കുക. കഴിക്കുന്ന സമയത്ത് പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കിഴങ്ങൊക്കെ ഉള്ള സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്